അപ്പോൾ ഈ അന്നത്തെ വീഡിയോയിൽ വൈകുന്നേരം 3:30 മുതൽ രാത്രി 9 മണി വരെയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ജോലികളും കുറച്ച് ടിപ്സുകളൊക്കെയാണ് കേട്ടോ പറയണത്. മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു നേരം മുതൽ രാത്രി 9 മണി വരെയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ജോലികളും കുറച്ച് ടിപ്സുകളൊക്കെയാണ് കേട്ടോ. ഇത് ചെറിയ കുട്ടികളുള്ളവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ളവർക്കും പുറത്തേക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. കോഴിമുട്ടയാണ് കേട്ടോ. 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ശേഷം ഒരു വിസ്കോ ബീറ്ററോ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ബീറ്റ് ചെയ്യട്ടോ. ശേഷം ഇതിലേക്ക് പാകത്തിന് പഞ്ചസാരയും 1/4 കപ്പ് പാലും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് നന്നായി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്കൊന്നിട്ട് വാട്ടിയെടുക്കുക. പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഈ പഴത്തിൻ്റെ ഈ പച്ച കുത്തലൊക്കെ ഒന്ന് പോയി ഒരു കളറൊക്കെ ഒന്ന് മാറി വരില്ലേ, ആ ഒരു നേരം വരെ ഒന്ന് വാട്ടിയെടുക്കുക. പഴം വാട്ടുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെ പഴം നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി നല്ല ഒരു യെല്ലോ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒരു തവിയോ വിസ്കോ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ബദാമോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഒന്ന് വെന്തതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ഈ പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണിത്. മക്കളെ കഴിച്ച് നോക്കണം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മക്കൾ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് ഇനി അടുത്തത് മീനിനൊക്കെ ഫുഡ് കൊടുക്കല കേട്ടോ. അങ്ങനെ മോനോസ് ചായ കുടിച്ച് മോനോസും നിഷുവാകും കൂടി മീനിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മോനോസ് 2 മുയ്യനെ വാങ്ങിക്കൊടുന്നുണ്ട് കേട്ടോ. ആ മുയ്യെന്നോ നിങ്ങളൊക്കെ എന്താ പറയുക? ഞങ്ങൾ മുയ്യെന്ന് പറയും, ചിലർ മുജ്ജ് എന്ന് പറയും, ചിലർ മുഷി എന്ന് പറയും തോന്നണല്ലേ. നിങ്ങളൊക്കെ എന്താ പറയുക കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കും കേട്ടോ. അങ്ങനെ മുയ്യിന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മോനോസും നിഷുവാകും കൂടി രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ. 2 ജോഡി വാങ്ങിനു. അതിന് ഒരു ജോഡി ചത്തും. ഇപ്പോൾ ഒരു ജോഡിയേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ 2 എണ്ണം വാങ്ങി കൊടുന്നപ്പോൾ ചെറിയ നമ്മളൊരു വിരലിൻ്റെ ഒക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വിരലിൻ്റെ അത്രക്കും ഇല്ല, ചെറിയ കുട്ടികളായിരുന്നു. ഇപ്പം കുറച്ച് വലിയതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മോനോസ് ഇനി അടുത്തത് പൂച്ചക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ. അവനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനിന് ഫുഡ് കൊടുക്കുക, പൂച്ചക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിദോസിനും മീനസിനൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കളെ കുറച്ച് സമയം പോലെ കൂടെ ഒന്ന് ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടോ. നമ്മളെ നിഷുവാവ് അതിൽ കൂടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ മക്കളെ പഠിപ്പിക്കുമ്പോൾ. അങ്ങനെ മക്കളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നാളേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യൽ. രാവിലത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ രാത്രി തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ എടുത്ത് കറികളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാകുമല്ലോ വിചാരിച്ചിട്ട്. മറ്റേത് രാവിലെ എല്ലാം കൂടി ഒരു ഓട്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് രാത്രി തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ രാവിലെ എടുത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. രാവിലെ 7 മണിയാകുമ്പോഴത്തേന് മെലൂസിന് ട്യൂഷന് പോകും വേണം. അപ്പോൾ രാവിലെ എല്ലാം കൂടി കട്ട് ചെയ്യലുണ്ടാക്കലും എല്ലാം കൂടി നടക്കില്ല വിചാരിച്ചിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ട് വെക്കും കേട്ടോ. നമ്മൾ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സമയം മുന്നേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സുർക്കയും കൂടി ഇട്ടിട്ട് അതൊന്ന് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യൽ. അതിലടിച്ച മരുന്നിൻ്റെ ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് സമയം ഇവിടെ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് നന്നായി കഴുകി എടുത്തതിന് ശേഷമാണ് പിന്നെ അരിയുള്ളൂ.
അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ പയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ കേട് വരിക അങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് കുറച്ച് മല്ലിച്ചപ്പ് കൊടുന്നേ. അപ്പോൾ മല്ലിച്ചപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ വിചാരിച്ച് അങ്ങനെ മല്ലിച്ചപ്പ് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. മല്ലിച്ചപ്പ് കൊടുന്നാൽ ഇങ്ങനെ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കലാണ് കേട്ടോ. മല്ലിച്ചപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ അതിലുള്ള ചീഞ്ഞ ഇലകളോട് കൂടി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വേഗം കേടന്ന് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ആ വേരും അതിലത്തെ ചീഞ്ഞ ഇലകളൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തൊരു പേപ്പറിലിട്ടിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കും കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്യൽ. അങ്ങനെ വെച്ചാൽ കുറേ കാലം നിൽക്കും. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ ചെയ്യൽ. അതൊരു ഇനി ഇതിങ്ങനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇനി ഇതൊരു പേപ്പറിലിട്ട് ഡ്രൈ ആക്കി എടുക്കും. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോകണ വരെ ആ പേപ്പറിലൊന്ന് വെക്കും. ഇനി അതിലത്തെ വെള്ളമൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ. ഞാനങ്ങനെ കേട്ടോ ചെയ്യൽ. എന്നാൽ പിന്നെ രാവിലെ കറി ഇങ്ങനെ അരിഞ്ഞിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ കറിക്ക് എടുത്തിടാനൊക്കെ എളുപ്പമാവില്ല വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒക്കെ അരിഞ്ഞിട്ടൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ പാത്രത്തിലിട്ട് വെക്കും. അതുകൊണ്ട് രാവിലെ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കറിയൊക്കെ എടുത്തിടും. അതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അങ്ങനെ നന്നാക്കിയിട്ട് എടുത്ത് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ നന്നാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാഴ്ചക്കുള്ളതൊക്കെ ഇങ്ങനെ നന്നാക്കിയിട്ട് എടുത്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളേക്കുള്ള കുറച്ച് നന്നാക്കി എടുത്ത് വെക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് വെക്കാണ് കേട്ടോ. എന്നാൽ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് കുറേ സമയം വേസ്റ്റ് ആകാതെ വെക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി തേങ്ങ കൂടി ഒന്ന് ചിരവി വെക്കും കേട്ടോ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ചിരവി വെക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ ചിരവാനും ഇതിനും നിൽക്കണ്ടല്ലോ. രാവിലെ എടുത്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കറിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തേങ്ങ ഒക്കെ ചിരവാണ് കേട്ടോ. അങ്ങനെ തേങ്ങ ചിരവലൊക്കെ കഴിഞ്ഞ് ഇനി അതൊരു പാത്രത്തൊക്കെ ഇട്ടിട്ട് അടച്ചിട്ട് ഇതൊക്കെ ഇനി ഫ്രിഡ്ജിലൊന്ന് എടുത്ത് വെക്കും കേട്ടോ. നമ്മൾ രാവിലെ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഓരോന്ന് കറിയൊക്കെ എടുത്തിടും. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി പാത്രങ്ങളൊക്കെ കഴുകലാണ് കേട്ടോ. കുറച്ച് പാത്രം കൂടി കഴുകാണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകണ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ സിങ്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടു.